വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് നമ്മോടൊപ്പം ചേരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു വിധി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മകൾക്ക് ഒരു 3 വർഷം ആകുകയാണ്. അപ്പോൾ 2 വർഷവും 10 മാസവും 7 ദിവസം ആകുമെന്ന് അങ്ങനെ തുടർച്ചയായിട്ടുള്ള വിചാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പം കൊല്ലം സെഷൻസ് കോടതിയിൽ വിധി പ്രസ്താവം വരികയാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ അത് കേൾക്കാൻ വേണ്ടി പോകാൻ റെഡിയായിരിക്കുകയാണ്. പൂർണ്ണമായൊരു നീതി ലഭ്യമാവുമെന്ന് ഉറപ്പുണ്ടോ? അപൂർവമായിട്ട് മാത്രം സംഭവിച്ച ഒരു കേസായിട്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയും വിശ്വാസം. കേരളത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഡോക്ടറെ ചികിത്സിക്കടെ ആ പേഷ്യന്റ് തന്നെ കുത്തി 4.5 മണിക്കൂറോളം മറ്റ് ചികിത്സകളൊന്നും കിട്ടാതെ യാതൊരുവിധ ചികിത്സകൾ കിട്ടാതെ അതിനെ പച്ചയ്ക്ക് എന്റെ മോളെ പച്ചയ്ക്ക് കുന്നുകളെ ചെയ്തു. ലോകത്തുള്ള വേദനകൾ മുഴുവനും 4.5 മണിക്കൂറോളം അവളെ അനുഭവിച്ചിട്ടാണ് രക്ഷയില്ലാതെ. അതായത് ഒരു പ്രത്യേകത, ഈ കുട്ടനാട് താലൂക്ക് ആശുപത്രിയിൽ എല്ലാ സംവിധാനങ്ങളും വലിയ ഹോസ്പിറ്റലാണ്. ഡോക്ടർമാരുടെയും പോലീസുകാരുടെയും മറ്റ് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെയും മറ്റേ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ വെച്ചാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. എന്നിട്ട് ഫലപ്രദമായിട്ടുള്ള യാതൊരുവിധ ചികിത്സകൾ ലഭിച്ചില്ലെന്നാണ് പൊതുജനങ്ങളെ പോലെ നമുക്കും അറിയുവാൻ സാധിച്ചത്. ഒരുപക്ഷെ ആരോഗ്യ മേഖല ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാരണം ഡോക്ടർ കൊല്ലപ്പെടുക, അതും ചികിത്സക്കിടയിൽ. സ്വാഭാവികമായിട്ടും ഇത് ആരോഗ്യ മേഖലയിലെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ തന്നെ ജീവനെയും സുരക്ഷയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ ഈ സ്വന്തമായിട്ട് ഡ്യൂട്ടി ചെയ്തിടുന്ന ഒരു ഡോക്ടറെ ഞങ്ങളുടെയും സമൂഹത്തിനൊക്കെ വളരെ പ്രയോജനകരമായ രീതിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു കുട്ടിയുടെ ഡോക്ടറുടെ ഒരു മരണമല്ല, കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് വലിയ ഒരു വീഴ്ചയായിട്ടും അതുപോലെ വലിയ നഷ്ടമായിട്ടുമാണ് സാധാരണഗതിയിൽ ഞങ്ങളെപ്പോലുള്ള എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. പ്രതി ഒരിക്കൽ പോലും നീതിക്ക് അർഹനല്ല, യാതൊരു വിധ നീതിക്കും പ്രതി അർഹനല്ല. തിരുവനന്തപുരം മാനസികാരോഗ്യത്തിലെയും മെഡിക്കൽ കോളേജിലെയും പ്രമുഖന്മാരായ 7 ഡോക്ടർമാരെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. യാതൊരുവിധ പരസ്യവിഷയങ്ങളില്ല എന്ന് കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെയ്തികളെക്കുറിച്ച് പ്രതിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഒക്കെ അതിൻ്റെ അകത്ത് കൃത്യമായ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഇളവുകൾക്കും പ്രതി അർഹനല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാകുന്നത്. കുടുംബം ആഗ്രഹിക്കുന്ന ഒരു വിധിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്കും കരുതാം. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.